ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ട്രൈബർഗ് എന്ന സ്ഥലത്തേക്കാണ്. ഞങ്ങൾ ട്രൈബർഗിൽ നിന്നും ഫ്രൈബർഗ് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ് ഉണ്ട് കേട്ടോ കാറിൽ. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഫുള്ള് ഗ്രീൻ കളറാണ് കേട്ടോ. ഈ ഒരു ഫ്രൈബർഗ് എന്ന സ്ഥലം ജർമ്മനിയിലെ ബാഡൻ ബുട്ടൻബർഗ് സംസ്ഥാനത്തിലുള്ള ഒരു മനോഹരമായ നഗരമാണ്. ഇപ്പൊ ഈ പോകുന്ന റൂട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് മൂന്നാറിലൊക്കെ പോകുന്ന ഒരു ഫീലാണ്. ഫുള്ള് ഗ്രീൻ കളറാണ്. അതുപോലെ തന്നെ ഈ ഒരു കയറ്റവും ഈ ഒരു റോഡിന്റെ വളവൊക്കെ കാണുമ്പോൾ കറക്റ്റ് മൂന്നാർ പോകുന്ന ഒരു ഫീലാണ്. ഈ പോകുന്ന വഴിയൊക്കെ ഭയങ്കര സൂപ്പറാണ് കാണാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പണ്ടത്തെ നോട്ട്ബുക്കിന്റെ പുറത്തൊക്കെയുള്ള ആ ഒരു പിക്ചറാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഈ പോകുന്ന വഴികളൊക്കെ. ആട് തന്നെയല്ലേ? ലാമയുണ്ട്, അത് കാള പോലത്തെ സാധനമാണത്. ബുള്ള് ബുള്ള്, ഇത് ലാമ. നമ്മളിപ്പം പോകുന്ന ഈ ഒരു ഫ്രൈബർഗ് എന്ന സ്ഥലം ജർമ്മനിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ് അതിർത്തികൾക്ക് സമീപവുമാണ്. പോകുന്ന വഴികളിലൊക്കെ നമുക്ക് പശു, ആട്, ലാമ അതിനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പം പോകുന്ന ഒരു ഫ്രൈബർഗ് എന്ന സ്ഥലം ഗ്രീൻ സിറ്റി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സൈക്കിളിന്റെ ഉപയോഗമാണ് അവിടെ കൂടുതലായിട്ടും ഉള്ളത്. അവർ ട്രാവൽ ചെയ്യാനായിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത് സൈക്കിളാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് 3:30 ഇറങ്ങിയത്. ഇപ്പോൾ ഫ്രൈബർഗ് എന്ന സ്ഥലത്ത് ഒരു 4 മണിയായപ്പം തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്കെല്ലാം നടന്ന് കാണാവേ. കണ്ടോ, പോകുന്ന വഴിയിലൊക്കെ ഫുള്ള് സൈക്കിളാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഫുള്ള് സൈക്കിളാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും കൂടുതൽ സൈക്കിൾ ഒരുമിച്ച് കാണുന്നത്. കണ്ട, എന്തോരം സൈക്കിളാണെന്ന് നോക്കിക്കേ, കുറേ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ കാറ് പാർക്ക് ചെയ്തു. ഇനി നമുക്ക് അങ്ങോട്ട് നടന്ന് കാണാവേ. നമ്മളിവിടെ കുറേ സ്ഥലമൊന്നും കാണുന്നില്ല. കുറച്ച് സ്ഥലങ്ങൾ മാത്രം കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുവേ. ഞങ്ങളിപ്പം ഫ്രൈബർഗിലെ ഓൾഡ് ടൗണിലേക്കാണ് വന്നേക്കുന്നത്. ആ കാണുന്ന ഒരു ടവർ കണ്ടോ, അതിന്റെ പേരാണ് മാർട്ടിൻ സ്റ്റോർ എന്നാണ് അതറിയപ്പെടുന്നത്. ഇത് 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ചരിത്ര പ്രധാനമുള്ള ഒരു പ്രധാന നഗരവാതിലാണ് അത്. ഫ്രൈബർഗിലെ പഴയ 4 നഗരവാതിലുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രധാന വാതിലുകളിൽ ഒന്നാണത്. ഇതിന് ചുറ്റുമായിട്ട് ഒത്തിരി ഷോപ്പുകളും കഫേകളും റെസ്റ്റോറൻറ്റുകള്, ബേക്കറികള് എല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് നടക്കാൻ വേണ്ടി മാത്രമാണ് അനുവദിച്ചേക്കുന്നത്. ഇതിലെ വഴി കാറുകളൊന്നും പോകത്തില്ല. ഇപ്പൊ ഞങ്ങളൊരു ബേക്കറിയിൽ കയറിയേക്കുവാണ്. ബ്ലാക്ക് ഫോറസ്റ്റിൽ വന്നിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒന്ന് ട്രൈ ചെയ്യണ്ടേ, അപ്പൊ നമ്മൾ കേക്ക് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ ഈ ഒരു കേക്കിൽ അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഫ്രഷ് ക്രീം, ചെറികളാണ്. ഈ ചെറികൾ എന്ന് പറയുന്നത് ആൽക്കഹോൾ ഫ്രീ ഓപ്ഷനും ഉണ്ട് കേട്ടോ. ചിലത് ആൽക്കഹോളിൽ ഇട്ടതും കാണും. നമുക്ക് ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാം. ഈ നടക്കുന്ന വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഭയങ്കര നീറ്റാണ് കേട്ടോ ഈ വഴികളെല്ലാം.
ഈ ഒരു ഓൾഡ് ടൗണിന്റെ ഭാഗം തന്നെയാണ്. ഇതുവഴിയും ട്രാമുകൾ മാത്രമാണ് പോകുന്നത്. ഈ കാണുന്നത് ബെഷ്ലെ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ചെറിയ വെള്ളച്ചാലുകളാണ്. റോഡുകളുടെ അരികിലൂടെ ഒഴുകുന്ന ചെറിയ ജലച്ചാലുകളാണ് ഈ ഒരു ബെഷ്ലെ. മധ്യകാലത്ത് തീപിടുത്തം അണയ്ക്കാനും വെള്ള വിതരണത്തിനുമായിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. ഇന്നിത് ഫ്രൈബർഗിന്റെ ഐഡന്റിറ്റി കൂടിയാണ്. ഇവിടത്തെ നാട്ടുകാരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു ബെഷ്ലെയിൽ അബദ്ധത്തിൽ കാലിട്ടാല് ഫ്രൈബർഗിൽ ഒരു ആളെ വിവാഹം കഴിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് കോബിൾ സ്റ്റോൺ ആണ്. ഈ ഒരു ചെറിയ വഴിയുടെ അപ്പുറത്ത് പള്ളിയാണ് ഉള്ളത്. ഈ ഒരു ഫ്രൈബർഗ് എന്ന സ്ഥലത്തിലെ ഏറ്റവും പ്രശസ്തമായ പള്ളിയാണ് ഈ കാണുന്നത്. ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1200-ലാണ്. ഇത് പൂർത്തിയാകാനായിട്ട് ഏകദേശം 300 വർഷത്തിലധികം എടുത്തു. മധ്യകാലത്ത് പണിത ഗോതിക് ശൈലിയിലുള്ള ഒരു കത്തീഡ്രലാണ് കേട്ടോ ഈ കാണുന്നത്. ചുവന്ന മൺകല്ല് കൊണ്ടാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കുറെ കൊത്തുപണികളും കാണാൻ സാധിക്കുവേ. ഈ ഒരു പള്ളിക്ക് ചുറ്റുമായിട്ട് ഒത്തിരി ചെറിയ ചെറിയ സ്റ്റാളുകൾ കാണാൻ സാധിക്കുവേ. അവിടെ കൂടുതലായിട്ടും ഈ ഫുഡും പിന്നെ ഓരോ സ്വീറ്റ്സും പഴങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വിൽക്കുന്നത്. ഈ ഒരു കടയില് ബെഷ്ലെ ബോട്ടുകളാണ് കാണുന്നത്. അതായത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല ആ ബെഷ്ലെ. അപ്പൊ അതിൻ്റെ അകത്ത് വെള്ളം വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് നമ്മൾ ബോട്ട് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഒത്തിരി ബോട്ടുകൾ ഉണ്ട് കേട്ടോ. പല പല നിറങ്ങളിലുള്ളതുണ്ട്. അതുപോലെ തന്നെ തടികളും പ്ലാസ്റ്റിക്കും അതുകൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ളതുണ്ട്. കണ്ടോ, ഇതുവഴിയൊക്കെ നമുക്കപ്പം ഒഴുക്കിക്കൊണ്ട് നടക്കാം. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ നമ്മൾ അടുത്തതായിട്ട് മക്തിയിലോട്ടാണ് പോയത്. അപ്പൊ നന്നായിട്ട് നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഫുഡ് കഴിക്കാൻ പോയതാണ്. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.